ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. അപ്പോൾ ഇന്ന് ഈവനിങ് വ്ളോഗല്ല ഞാൻ എടുക്കുന്നത്, ഇന്ന് മോർണിംഗ് വ്ളോഗ് കേട്ടോ. അതായത് നിയാസ്ഖാൻ്റെ അവർ ജോലിക്ക് പോയതിന് ശേഷം ഒരു 9 മണിക്ക് ശേഷമുള്ള വ്ളോഗ് കേട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ള് ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ഫുള്ള് വീടെല്ലാം അലങ്കോലമായിട്ടുണ്ട്. വൈകുന്നേരം ഞാൻ എപ്പോഴും വ്ളോഗ് എടുക്കില്ല, അപ്പോൾ വീടെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ടാവില്ലേ. ഇന്ന് ഫുള്ള് വീടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട്. അപ്പോൾ നുനുവാവ് ഇറങ്ങിയിട്ടുണ്ട്. നുനുവാവ് എണീക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്ക് ആപ്പിൾ പ്യൂരി ആക്കണം. ഞാൻ ആപ്പിൾ പ്യൂരി ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന്ന് പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, ആപ്പിൾ ഫസ്റ്റ് നന്നായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുത്തിട്ട് പകുതി എടുക്കുന്നുള്ളൂ. പകുതി ആപ്പിൾ ഞാൻ തന്നു കേട്ടോ. എന്നിട്ട് ഈ കുരുവിൻ്റെ ഭാഗമല്ലോ ഇല്ലേ, കുരുവിൻ്റെ ഭാഗമെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുരുവിൽ വിഷാംശം ഉണ്ട് എന്ന് പറയുന്നേക്കാം, എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അപ്പം അത് മിക്സ് ആവണ്ട, അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പിന്നെ ഇതിനെ ഇങ്ങനെ തന്നെ വെക്കരുത് കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചാൽ ശരിയാവില്ല. ഇങ്ങനെയുള്ളൊരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആപ്പിൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. ഈ കുഴിച്ച ഭാഗം അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ അടച്ചു കൊടുക്കാം. ഇനി അത് വേകട്ടെ കേട്ടോ. എന്താ സംഭവം അറിയോ, എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് അമിട്ട്. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കെട്ടുന്ന പോലെ രണ്ട് ഇതിട്ടിട്ട് എപ്പോഴും രാത്രി കിടക്കുമ്പോൾ കെട്ടും കേട്ടോ. ഇത് ഏകദേശം ഡേ ടൈമിൽ ഞാൻ ഇങ്ങനെ തന്നെ കെട്ടാറ്. അപ്പോൾ മുടിക്ക് കുറച്ച് തിക്നെസ്സും മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വാവൊക്കെ മുടി വലിച്ചിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എന്താ പറയുമോ, ഇത് ഓരോന്നും ഇങ്ങനെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് കളിക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ച് വലിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുടി പോകും. പിന്നെ ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിൾ കുട്ടികൾക്ക് ഒരു ഒറ്റ മിനിറ്റ്. ആപ്പിളില്ലേ, ആപ്പിൾ കുട്ടികൾക്ക് ഒരു 6 മന്ത് ആയാലും കൊടുക്കാം കേട്ടോ. 6 മന്ത് സ്റ്റാർട്ട് ചെയ്താൽ ആപ്പിൾ കൊടുക്കുക. ഒരിക്കലും ആപ്പിൾ നിങ്ങൾ ഈസി പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ആപ്പിളിനെ കട്ട് ചെയ്ത് പിന്നെ കൊടുക്കരുത് കേട്ടോ. പച്ചക്കുള്ള ആപ്പിൾ അങ്ങനെ കൊടുക്കരുത്. കുട്ടികൾക്ക് കഫവും കോൾഡും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ പനി വരെ വരാം കേട്ടോ. ആപ്പിൾ വളരെ നല്ലതാണ്, പക്ഷേ അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്തിട്ട് കൊടുക്കുക. പിന്നെ ചില ആൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക. അത് കൊടുക്കരുത്. അതിൽ വെള്ളമെല്ലാം കൂടിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എന്തായി അപ്പോൾ ഓക്കെ, ആപ്പിളിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ മടി കൊണ്ട് പെട്ടെന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ഡയറക്റ്റായിട്ട് കുട്ടികൾക്ക് ആപ്പിൾ കൊടുക്കാതിരിക്കട്ടോ. പിന്നെ ആപ്പിൾ കൊടുക്കുന്നുണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആപ്പിള് ബേബീസിൻ്റെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഒന്ന് ഡൈജഷൻ ഇമ്പ്രൂവ്മെൻറ്റിനാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ മോഷൻ കറക്റ്റായിട്ട് പാസ് ചെയ്യാനും ഭയങ്കര ഫൈബർ റിച്ച് ആണ്. പിന്നെ അതുപോലെ തന്നെ ആപ്പിളിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് കേട്ടോ. അതെല്ലാം ബേബീസിൻ്റെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ബേബീസ് ഒന്ന് വെയിറ്റ് ഗെയിൻ ആവാനും അവരെ സ്കിൻ ഒന്ന് ഇമ്പ്രൂവ് ആവാനും ആപ്പിൾ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾ 3 നേരം ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ല 4 നേരം ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആപ്പിൾ തന്നെ ഇങ്ങനെ വേവിച്ച് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല ഒരിക്കലും. നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും പാക്കറ്റ് ഫുഡുകളോ അല്ല വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നോക്കുക. ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കൊണ്ടുള്ളത് ഉച്ച സമയത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് സെറ്റ് ആവുന്നില്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ രാത്രി ഒരിക്കലും ഇങ്ങനത്തെ ഫുഡ് കൊടുക്കാതിരിക്കുക. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ബനാന, നേന്ത്രക്കായ അത് പുഴുങ്ങിയിട്ട് അത് കൊടുക്കാൻ നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്യണം കേട്ടോ. സ്മാഷ് ചെയ്യാതെ കൊടുക്കരുത്. കുട്ടികൾക്ക് തൊണ്ടൊക്കെ ഇട്ടിട്ട് അവർ പിന്നെ വോമിറ്റ് ചെയ്യുന്നത് പോലെ ആക്കും. പിന്നെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കൂല. അപ്പോൾ ഏത്തപ്പഴം കൊടുക്കുക. അതുപോലെ നിങ്ങളെ കുട്ടിക്ക് കൊടുത്തിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നത് കൊടുക്കട്ടെ. പിന്നെ ഫ്രൂട്ട്സ്, ഇപ്പോൾ ഇന്ന് ആപ്പിൾ കൊടുത്താൽ ഇന്ന് ഒരു ദിവസം കൊടുത്തിട്ട് പിന്നെ കൊടുക്കാതിരിക്കില്ല. അങ്ങനെ ചെയ്യരുത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഫുഡ് നിങ്ങൾ കുട്ടിക്ക് പുതുതായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 3 ദിവസം കൊടുക്കാൻ നോക്കുക കേട്ടോ. 3 ദിവസം കൊടുക്കുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് ഒരു പക്ഷേ ടേസ്റ്റ് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലേ അതും നിങ്ങൾക്ക് മനസ്സിലാവാം. കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ടോ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആപ്പിൾ വളരെ നല്ലതാണ്. ഇപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പാക്കറ്റ് ഫുഡുകളെല്ലാം മേടിക്കുമ്പോൾ അതിൽ തന്നെ ആപ്പിൾ ഇൻക്ലൂഡ് ഉണ്ട്. ബട്ട് നമുക്കതിൽ സത്യാവസ്ഥ അറിയില്ല, അതിൽ ആപ്പിൾ ഉണ്ടോ ഇല്ലെന്നൊന്നും. അങ്ങനെ ആപ്പിൾസ് നമുക്ക് പുഴുങ്ങിയിട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് കൊടുക്കുക, ബീറ്റ്റൂട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ആൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും ഒരു 8 മന്ത് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ മുട്ടയോ അല്ല അങ്ങനത്തെയുള്ള നോൺവെജ് ഒന്നും കൊടുക്കാതെ ഇരിക്കാനാണ്
എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം കുട്ടികൾക്ക് അത്രയും ഒരു ഡൈജഷൻ പവർ വന്നിട്ടുണ്ടാവില്ല എഗ്ഗൊന്നും ഡൈജഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്നും കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ന്യൂ മോംസിന് അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് മോം ആവുന്നവർക്കുള്ള ഒരു ചെറിയ ടിപ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാവക്ക് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് കുറച്ച് മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ക്യാരറ്റും ബീട്രൂട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അതെല്ലാം ബേബീസിൻ്റെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഈ ബീട്രൂട്ടെല്ലാം നമ്മൾ തന്നെ ഒരാഴ്ച നമ്മൾ നിരന്തരമായിട്ട് അതിൻ്റെ ജ്യൂസസ് കുടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ ഫലങ്ങളില്ലേ, ഹിമോഗ്ലോബിനെല്ലാം വളരെ റിച്ച് ആക്കുന്ന ഒരു സംഭവമാണ് ബീട്രൂട്ട്. ഓക്കെ, അപ്പോൾ ആപ്പിൾ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സിങ്കിലെല്ലാം മൊത്തം പാത്രങ്ങളാണ്, അതെല്ലാം കഴുകി വൃത്തിയാക്കണം, നീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ റിംഗ് ലൈറ്റിന് ഡിസ്റ്റർബ് ആവുന്നുണ്ട് കേട്ടോ. അതേണ്ട ഫുള്ളുണ്ട് പാത്രങ്ങളെല്ലാം, അതെല്ലാം കഴുകി വൃത്തിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതും ഫുള്ള് അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് തുടങ്ങാം കേട്ടോ. ഇതെല്ലാം വൃത്തിയാക്കാനുണ്ട്, ക്ലീനിങ് തുടങ്ങാം. അപ്പോൾ ആപ്പിൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എടുക്കാം ഇതിന്ന്. ഞാൻ ഇതിലേക്ക് തന്നെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആപ്പിൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടല്ലോ? അത്ര ഇതാ ഫുള്ള് നമ്മൾ കുട്ടികൾക്ക് കുറുക്കെല്ലാം കൊടുക്കൂലേ, അതുപോലെ ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് ആപ്പിൾ ഈ ഒരു രീതിയിൽ നല്ല വൃത്തിയായിട്ട് വേകും. ഈ ഒരു പോലെ വേകും കേട്ടോ. ഇതിനെ നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതങ്ങനെ ഫുള്ള് ഇങ്ങനെ ബോലോ നമ്മൾ പിടിച്ചാൽ ഇങ്ങനെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് വേവിക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഓളൊരു ബൗളുണ്ട്, അതിലിട്ടിട്ട് നല്ല സ്മാഷ് ആക്കിയിട്ട് എടുത്തിട്ട് വെക്കും കേട്ടോ. താഴെ ഒരു വെള്ളത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കും. ഓളിപ്പോൾ ഉറങ്ങുന്നുണ്ടല്ലോ, ഓൾ എണീച്ച പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഓക്ക് കൊടുക്കുന്ന ഇനിയൊരു ഫുഡാണ് ഇത്, ബേബി ബിറ്റ. ഞാൻ ഇതൊരു സ്റ്റൈലിനോട് വെച്ചതാണ്, നല്ലൊരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആപ്പിൾ വീറ്റാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി മേടിക്കണം, കണ്ണങ്കായ പൗഡറില്ല, അതൊന്നും കൂടി മേടിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ പണി ഏതായാലും കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന്. ഇനിയിപ്പോൾ ബാക്കി ക്ലീനിങ് എല്ലാം തുടങ്ങട്ടെ കേട്ടോ. ഓക്ക് ഒരു ആപ്പിളിൻ്റെ പകുതി കൊടുക്കുമ്പോൾ ഞാനും ഒരു ആപ്പിളിൻ്റെ കാഭാഗം എടുത്ത് കഴിക്കലുണ്ട്. കൂടുതൽ കഴിക്കാനാവില്ല, കാരണം എനിക്കും കുറച്ച് ഇപ്പോൾ തണുപ്പെല്ലാം ആയതുകൊണ്ട് പ്രോട്ടീൻ ഇഫക്റ്റ് പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഓക്കും കോൾഡ് ആവുമെന്നുള്ള പണിക്ക് ഇപ്പോൾ ഞാൻ ഇത്ര ആപ്പിൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. 6 മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതുവരെ എനിക്ക് വലിയ പേടിയാണ്, കോൾഡ് ആവുന്നു, എന്നേക്കായി കൂടുതൽ വാവക്ക് കോൾഡ് ആവുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പകുതി ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാമിൻ്റെ ഫുഡിൽ ഞാനിപ്പോൾ കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കൂടുതലാവരുത്, കോൾഡാവും. ഞാനിപ്പോൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലീനിങ്ങെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പില്ല, ഇങ്ങനെ കുറച്ച് നമ്മൾ പച്ചക്കറിയെല്ലാം കൊണ്ടിട്ട് അതെല്ലാം എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ ടൈപ്പ് വൈദ്യുതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇല്ലേ, പിന്നെ ആപ്പിൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആപ്പിൾ കണ്ടപ്പോൾ 2 എണ്ണം മേടിച്ച് ഇതെങ്ങനെയുണ്ട് നോക്കിയിട്ട് മേടിക്കാം. പിന്നെ ഇതൊരു സാധനം അറിയാം നിങ്ങൾക്ക്, എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് വറവാക്കിയത്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം ഇത് മേടിച്ചിട്ടുണ്ട്. ഈ വൈതനങ്ങ കണ്ടിട്ട് ആരെങ്കിലും മേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ കാണുകയാണെങ്കിൽ മേടിക്കട്ടെ. നല്ല ടേസ്റ്റായി ഒരു സംഭവം. നമ്മൾ മീനെല്ലാം ഫ്രൈ ആക്കൂലേ, ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ, മീനെല്ലാം ഫ്രൈ ആക്കൂലേ, ഞാൻ കുഞ്ഞിട്ട് ആക്കൂലേ, എന്ത് റിസ്കിൽ മീനെല്ലാം ഫ്രൈ ആക്കുന്ന പോലെ ഇങ്ങനെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് സെയിം നമ്മളെങ്ങനെയാണ് മീൻ ഫ്രൈ ആക്കുന്നത് അതുപോലെ തന്നെ തവയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഡിഷസൊന്നും എനിക്ക് അത്ര അറിയില്ല, ആരും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നല്ല അടിപൊളി വൈതനങ്ങ ഇത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ.
നടക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഞാൻ ക്ലീനിങ്ങെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പില്ല ഇങ്ങനെ കുറച്ച് നമ്മൾ പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നത് ഈ ടൈപ്പ് വഴുതന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇല്ലേ പിന്നെ ആപ്പിൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആപ്പിൾ കണ്ടപ്പോൾ 2 എണ്ണം മേടിച്ച് ഇതെങ്ങനെയുണ്ട് നോക്കിയിട്ട് മേടിക്കാൻ പിന്നെ പറ്റി. പിന്നെ ഇതൊരു സാധനം അറിയാം നിങ്ങൾക്ക്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് വറവാക്കിയത്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട്. ഈ വഴുതനങ്ങ കണ്ടിട്ട് ആരെങ്കിലും മേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ മേടിക്കാത്ത നല്ല ടേസ്റ്റായി ഒരു സംഭവം. നമ്മൾ മീനെല്ലാം ഫ്രൈ ആക്കൂലേ, ക്യാമറ ഒന്ന് ശരിയാക്കിയിട്ട് മീനെല്ലാം ഫ്രൈ ആക്കൂലേ, ഞാൻ കുഞ്ഞിട്ട് ആക്കുന്നത് എൻ്റെ റിസ്കിൽ മീനെല്ലാം ഫ്രൈ ആക്കുന്ന പോലെ ഇങ്ങനെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് സെയിം നമ്മളെങ്ങനെയാണ് മീൻ ഫ്രൈ ആക്കുന്നത് അതുപോലെ തന്നെ തവയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ ഡിഷസ് ഒന്നും എനിക്ക് അത്ര അറിയില്ല. ആരും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നല്ല അടിപൊളിയായി തന്നെ ചെയ്ത്. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് നോക്കട്ടെ കേട്ടോ. ഒരു സ്മൈൽ പ്ലീസ്.